ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി ചെറിയൊരു നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഏകദേശം 0.35% ഡൗൺ ആയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. സർവീസും ഏകദേശം ഫ്ലാറ്റാണ് ക്ലോസ് ചെയ്തതെന്ന് അറിയാം. 0.10% ആണ് ഡൗൺ ആയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 0.5% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 2057 സ്റ്റോക്കുകൾ പോസിറ്റീവ് ക്ലോസ് ചെയ്തപ്പോൾ 829 സ്റ്റോക്കുകൾ നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സിൽ വരുന്നത് VTL, മറൽ ഓവർസീസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ടോപ്പ് ലോസേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ പോക്കർണ, അവന്തി ഫീഡ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളിലേക്ക് കിടക്കാം. ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് താരിഫുമായി ബന്ധപ്പെട്ട തന്നെയാണ്. US ഇന്ത്യയുടെ എക്സ്പോർട്സിന് മുകളിൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 26% താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യ പ്രതീക്ഷയേക്കാളും അല്പം കൂടുതൽ തന്നെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഏകദേശം 20-നുള്ളിലായിരിക്കുന്നതാണ്. പക്ഷേ ഏകദേശം 25ഓളം വന്നു. 25-ന് മുകളിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിട്ടാണ് താരിഫ് വന്നിട്ടുള്ളത്. ഇന്ത്യ മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ട്രേഡ് വാറിന് പോകാതെ അമേരിക്കയുമായി നെഗോഷിയേറ്റ് ചെയ്ത് ഇതിൻ്റെ എഫക്റ്റ് കുറക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. GDPയുടെ മുകളിലുള്ള എഫക്റ്റ് ഏകദേശം 30 ബില്യൺ അല്ലെങ്കിൽ 0.7% എഫക്റ്റ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ടോട്ടൽ GDPയുടെ ഏകദേശം 50 ബേസിസ് പോയിൻറ്റോളം കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ആവുന്ന സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റീൽ സെക്ടർ, അലുമിനിയം സെക്ടർ, ഓട്ടോ പാർട്സ് സെക്ടർ, ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ഈ സെക്ടേഴ്സിനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. എഫക്റ്റ് കുറഞ്ഞ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ എക്സ്പോർട്ട്, ഷ്രിമ്പ്, റൈസ് പോലുള്ളവ ചെറിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും. പക്ഷേ കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മേലുള്ള എഫക്റ്റ് കുറവായിരിക്കും. ഇനി ബെനിഫിറ്റ് ആവാൻ ചാൻസ് ഉള്ള സെക്ടറുകൾ ഏതെല്ലാമെന്ന് നോക്കുമ്പോൾ ഒന്ന് ഫാർമ സെക്ടറാണ്. കാരണം ഫാർമ സെക്ടറിൽ പ്രത്യേകമായിട്ട് താരിഫ് ഏർപ്പെടുത്തുന്നത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇനി ഭാവിയിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഇതുവരെ ഇല്ല. പിന്നെ സെമി കണ്ടക്ടേഴ്സ്, പിന്നെ സെലക്ടഡ് ഇലക്ട്രോണിക്സ്, ഈ സെക്ടറിലെല്ലാം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇത് കാരണം മെച്ചപ്പെടുന്ന മറ്റു ചില സെക്ടറുകളുമുണ്ട്. ഒന്ന് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. കാരണം ബംഗ്ലാദേശിനും വിയറ്റ്നാമിനെതിരെ ഇന്ത്യയേക്കാൾ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇൻഡസ്ട്രിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യക്ക് ഗുണകരമാകാൻ ചാൻസ് ഉണ്ട്. ഇനി ചൈനയുടെയും വിയറ്റ്നാമിൻ്റെയും ഇലക്ട്രോണിക് എക്സ്പോർട്ടിനും താരിഫ് ഏർപ്പെടുത്തിയതുകൊണ്ട് ആ ഒരു സെക്ടറിലും ഇന്ത്യക്ക് ഗുണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഒരു താരിഫ് വാറിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു ചില കൺട്രീസ് ഇതിനെതിരെ ഇതേപോലെ തന്നെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. അതൊരു ട്രേഡ് വാറിന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ന്യൂസിലേക്ക് പോകാം. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് ഫാക്ടറി ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. മാനുഫാക്ചറിംഗ് PMI ഫെബ്രുവരിയിൽ 56.3 ആയിരുന്നത് 58.1 ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 8 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയാണിത്. ഇൻ്റർനാഷണലി ചെറിയൊരു സ്ലോ ഡൗൺ ഉണ്ടെങ്കിലും ഡൊമസ്റ്റിക്കലി ഇപ്പോഴും ഡിമാൻഡ് ഹൈ ആണ്. അതാണ് ഇതിന് സഹായിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓട്ടോ സെക്ടറിൻ്റെ ഡാറ്റാസ് പരിശോധിച്ചിരുന്നു. അതിലും ഒരു ഉണർവ് കാണാൻ പറ്റും. മിക്ക ഓട്ടോ കമ്പനികളുടെയും സെയിൽസ് ഉയർന്നിട്ടുണ്ട്. GST കളക്ഷൻ ഓൾമോസ്റ്റ് 11 മന്ത് ഹൈ ടച്ച് ചെയ്തിട്ടുണ്ട്. 1.96 ലക്ഷം കോടിയായിട്ടുണ്ട്. അതുകൂടാതെ UPI ട്രാൻസാക്ഷൻസും 25 ലക്ഷം കോടി കടന്നിട്ടുണ്ട്. ഇനി കോൾ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 3.1% കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഫോർകാസ്റ്റ് നോക്കുകയാണെങ്കിൽ FY25 GDP ഗ്രോത്ത് ഏകദേശം 6.5% ആയിരിക്കും എന്നാണ് ഫോർകാസ്റ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ മാനുഫാക്ചറിംഗ് ഗ്രോത്ത് സ്ലോ ആവാൻ സാധ്യതയുണ്ട്. 12.3% FY24 4.3% കുറയാൻ സാധ്യതയുണ്ടെന്ന്. ഇനി ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുകയാണെങ്കിലും ഇപ്പോഴും ആവറേജസിനേക്കാളും കുറവാണെങ്കിലും കഴിഞ്ഞ 3 മാസത്തെ ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റോക്ക് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടാണ്. മ്യൂച്വൽ ഫണ്ടുകൾ കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിലായിട്ട്, അതായത് മാർച്ച് 20 മുതൽ 28 വരെ ഇടയിലുള്ള ടൈമിൽ ഏകദേശം 16,000 കോടിയുടെ ഇക്വിറ്റി സെല്ല് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് 20 ദിവസം 1 മുതൽ 19 തീയതിൻ്റെ ഇടയിലുള്ള ടൈമിൽ അവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഏകദേശം 22,900 കോടിയുടെ ഇക്വിറ്റീസ് അവർ ബൈ ചെയ്തിരുന്നു. ഫസ്റ്റ് മാസം നിങ്ങൾക്കറിയാം മാർക്കറ്റ് പോസിറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഏകദേശം സെൻസെക്സ് 5.8%, നിഫ്റ്റി 6.3% ഉയർന്നിട്ടാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിലും പോസിറ്റീവിലായിരുന്നു. മിഡ് ക്യാപ്പ് 7.6%, സ്മോൾ ക്യാപ്പ് 8.3% ഉയർന്നിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇത് മാർച്ചിലെ കണക്കാണ്. ഇനി 2025 ടോട്ടൽ, അതായത് 2025 സ്റ്റാർട്ടിംഗ് മുതൽ ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ടോട്ടൽ 1.08 ലക്ഷം കോടിയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട് ഇക്വിറ്റീസിൽ. ഇനി 2024 ടോട്ടൽ നോക്കുകയാണെങ്കിലും 4.3 ലക്ഷം കോടിയുടെ ഇക്വിറ്റീസ് അവർ ബൈ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.